ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടിത്തോട്ടവും പിന്നെ കൃഷിത്തോട്ടവും ഒക്കെ കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ അമ്മ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഈ തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ പണ്ട് മുതൽക്കേ ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടിയും പച്ചക്കറികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ വെറുതെ പച്ചക്കറികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കും വെറുതെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ പണ്ട് അമ്മ നമ്മളെ അടുത്തൊക്കെ പറയുമായിരുന്നു, ഇതിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് കിട്ടുന്നത്, ഒരു പ്രത്യേക എനർജിയാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ കളിയാക്കാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചുകൂടെയൊക്കെ വലുതായപ്പോഴത്തേക്കും എനിക്കും തോന്നുന്നുണ്ട് ഇതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ചെടികളൊക്കെ ഹസിൻ്റെ വീട്ടിൽ നട്ട് വളർത്താനായിട്ട് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നട്ട് വളർത്തുന്ന ചെടികളെന്ന് പറയുന്നത് കുറേ ഉണ്ട്. എനിക്കിതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഈ തെറ്റിപ്പൂവ്, അതുപോലെ തന്നെ ബോഗേൻവില്ല, കടലാസ് ചെടി, അതിപ്പോഴത്തെ ട്രെൻഡിങ് ചെടിയാണല്ലോ. അതുപോലെ തന്നെ കുറേ ഇലച്ചെടികൾ, അതുപോലെ തന്നെ ബോഗേൻ വില്ല. ഇത് ബോഗേൻ വില്ലയാണ് കേട്ടോ, അടുക്ക് ബോഗേൻ വില്ലയാണ്. അതിൽ പല കളറുണ്ട്, പിങ്ക് കളറ്, വൈറ്റ് കളറ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പല നിറത്തിലുള്ള ഇലച്ചെടികളാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഈ ഇലച്ചെടികൾ പല നിറത്തിലുള്ളത് വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര അട്രാക്ഷനായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇലച്ചെടികളാണ് ഈ താഴേക്ക് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഈ കാണുന്നതൊക്കെ പോച്ചയാണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂച്ചയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പറിച്ച് കളയാറുണ്ട്. എന്നാലും മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന പൂവ്, ഇത് നിത്യ കല്യാണിയാണ്. ഇത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പൂത്തുലങ്ങി നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ്. പിന്നെ ഈ ചെടിയുടെ പേര് അറിയത്തില്ല. ഇതും ഒരു ഇലച്ചെടിയാണ്, പക്ഷെ ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഈ താമരപ്പൂവിൻ്റെ ഇതൾ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വിടർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടത് നമ്മുടെ പിച്ചി ചെടിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഇതെല്ലാം കളർ ചെടികളാണ് കേട്ടോ. ഈ കളർ ചെടി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നട്ടതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ മതിലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നടാനായിട്ട് അടിപൊളി പറ്റിയൊരു ചെടി തന്നെയാണ്. ഈ കാണുന്നത് ബോർഡർ ചെടിയാണ്. ഇത് നമുക്കിങ്ങനെ ബോർഡർ പോലെ മതിലിന് പകരം ഇങ്ങനെ നമുക്ക് നടാനായിട്ട് പറ്റിയൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതും അടിപൊളിയാണ് കാണാനായിട്ട്. ഇത് ഒരു ഇലച്ചെടിയാണ്, എനിക്ക് കറക്റ്റായിട്ട് നെയിമൊന്നും അറിയത്തില്ല. ഇതും സൂപ്പറാണ്. ഇലച്ചെടികളെല്ലാം കാണാനായിട്ട് അടിപൊളിയാണ്. ഇതെല്ലാം ഇലച്ചെടികളാണ് കേട്ടോ. ഇവിടെ കൂടുതലും അത് തന്നെയാണ്, പക്ഷേ നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികളൊക്കെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എനിക്ക് കമൻറ്റിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. തൈ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ചെടിത്തോട്ടമാണ്. ഇവിടെ നിന്ന് തന്നെയാണ് ഞാനും ഹസിൻ്റെ വീട്ടിലോട്ടൊക്കെ ചെടി കൊണ്ടുപോയി നടുന്നത്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാം ജൈവ വളങ്ങളാണ്. അതായത് പച്ചക്കറി വേസ്റ്റൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് അമ്മ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇല്ലാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് തന്നെ ഇതിന് അടിപൊളി ഒരു വളം തന്നെയാണ് കേട്ടോ. അതൊക്കെയാണ് കൂടുതലും ചെടി വളരാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ ഇത് ഈ കാണുന്നത് മണി പ്ലാന്റ് ആണ്. അടിപൊളിയാണ് മണി പ്ലാന്റ്. നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ മണി പ്ലാന്റാണത്. ഈ കാണുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ചെടിയും വെച്ചിരിക്കുന്നത് നമ്മൾ വീട്ടിലോട്ട് കയറുന്ന ആ എൻട്രൻസിൻ്റെ ആ ഭാഗത്തോട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി. വീട് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കുഞ്ഞുനാളിൽ നമ്മുടെ വീട്ടിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഈ റോസാ ചെടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക്
പിന്നീട് നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് പറ്റും കേട്ടോ. പഴയ ചെടികളുടെ ഒരു വീഡിയോസ് നമ്മുടെ കയ്യിലില്ല. ആ ചെടികളൊക്കെ ഇപ്പം നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മുൻപ് കണ്ട ആ ചെടിച്ചട്ടിയിലിരിക്കുന്നത് അത് ബീൻസാണ് കേട്ടോ, പച്ചക്കറികളിൽ പെടുന്നതാണ് ബീൻസ്. പിന്നെ ഇതേ ഈ കാണുന്നത് തുടവാഴയാണ്, ആ വിടർന്ന് നിൽക്കുന്നത്. ഇത് മാവാണ് കേട്ടോ. ഇതേ ഈ മാവിൻ്റെ താഴെയായിട്ട് കാണുന്നതാണ് തുടവാഴ. പിന്നെ ഇങ്ങോട്ടൊക്കെയുള്ളത് ഈ മുളകും പിന്നെ കറിവേപ്പില, നവരപ്പച്ചില ഇതൊക്കെയാണ് കാണുന്നത്. ഇതേ താഴെ പടർന്ന് കിടക്കുന്നതാണ് നവരപ്പച്ചില. ഇത് കറിവേപ്പിൻ്റെ ചെടിയാണ്. പിന്നെ കുറച്ച് തെങ്ങും മാവും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഓമയ്ക്ക, പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് വെള്ള കളർ ബോഗൻവില്ല നല്ല വളർന്നിട്ടുണ്ട് കേട്ടോ, നല്ല പടർന്ന് കിടക്കുകയാണ്. പിന്നെ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ തൊഴിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. നേരത്തെ നല്ല ഭംഗിയായിരുന്നു, ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കുറേ പൂക്കളൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് തറയിലൊക്കെ കിടക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ വാഴത്തൈയും വെച്ചിട്ടുണ്ട്, വാഴത്തൈ പിന്നെ തെങ്ങിൻ തൈ അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ വീടിനോട് ചേർന്ന ഒരു പറമ്പാണ് കേട്ടോ, അവിടെയാണ് നമ്മൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓമയ്ക്കൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാങ്ങ, പിന്നെ ഇതൊക്കെ ഇലച്ചെടികളാണ്. അങ്ങനെ എല്ലാം കൂടി നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ബോഗൻവില്ല. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ കടലാസ് ചെടി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മലയാളം പേര് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കടലാസ് ചെടിയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇപ്പോൾ അതിനൊരു അടിപൊളി പേരൊക്കെ ഇട്ട് ബോഗൻവില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കാദ്യം മനസ്സിലായിട്ട് പോലും ഇല്ലായിരുന്നു ഇത് കടലാസ് ചെടിയാണെന്ന്. സത്യം പറയാമല്ലോ, എനിക്കാദ്യം അറിയില്ലായിരുന്നു ബോഗൻവില്ല എന്ന് പറയുന്നത് കടലാസ് ചെടിയാണെന്ന്. അപ്പോൾ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ബോഗൻവില്ലയുടെ. അപ്പോൾ അത് കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ബഡ് ചെയ്തൊക്കെ നമുക്ക് ബോഗൻവില്ല ചെയ്യാനായിട്ട് പറ്റും. ബഡ്ഡിങ്, അതായത് ഒരു ചെടിയിൽ തന്നെ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കളും എല്ലാം കൂടെയൊക്കെ ഒരുമിച്ച് വരുന്നതില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിർത്തുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെയാണ്. ഇതിൽ കളർ ചെടികളും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മൾ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഇടകലർന്നതാണ്. നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് നമുക്ക് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് വേണം, എങ്കിലേ നമുക്ക് ചെടിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഈ മൊട്ട് പോലെ നിൽക്കുന്നില്ലേ, ഇത് ലില്ലി ചെടിയാണ്. അപ്പോൾ റോസ് ലില്ലിയാണ്. അപ്പോൾ ഇതിൽ നല്ല മൊട്ട് വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും അറിയായിരിക്കും കാന്താരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. നമുക്ക് ചമ്മന്തി അരയ്ക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു ചെടി തന്നെയാണ്. അപ്പോൾ കാന്താരി നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പറമ്പിൽ ഒരുപാട് കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിവേപ്പിലയാണ്, കറിവേപ്പ് എൻ്റെ ഒരു മരമായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും എവർഗ്രീൻ ഇല, ഇതും കുറച്ചൊക്കെ ഇപ്പോൾ പട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് കളർ ചെടിയാണ്. പിന്നെ അഡീനിയം ഇവിടെ കുറേ ഉണ്ട്. അഡീനിയം വെള്ള കളറും ഉണ്ട്, പിങ്കും ഉണ്ട്. അങ്ങനെ അഡീനിയത്തിൻ്റെ കുറേ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കളർ ചെടി, നമ്മൾ കൂടുതലും ചെടിച്ചട്ടിയിലാണ് കളർ ചെടിയൊക്കെ വെക്കുന്നത് കേട്ടോ. അതങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലൊക്കെ പറഞ്ഞു തരണമെങ്കിൽ എനിക്കറിയത്തില്ല, ഇതൊക്കെ അമ്മയ്ക്കേ അറിയാവൂ. പിന്നെ എന്തോന്ന് ഇത് മാംഗോ അൽഫോൺസയോ അങ്ങനെ എന്തൊക്കെ മാവിനും കുറേ വെറൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ബോഗൻവില്ല കടലാസ് ചെടിയുടെ പിങ്ക് കളറ്, അങ്ങനെ കുറേ ചെടികളാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്ഥലവും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെടിയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും വീട്ടിൽ തന്നെ. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ സമയം പോകാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടെയാണ് കേട്ടോ ഈ ചെടിത്തോട്ടം. നമുക്ക് വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയവും പോകും, പിന്നെ അതിലൂടെ നമുക്ക് കുറച്ച് സന്തോഷവും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ നല്ലതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കുഞ്ഞുകാലത്തൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ചെടികൾ ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും, അപ്പോൾ അവർക്കൊക്കെ അത് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും ഇത് ചെയ്യണം. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ആ ഒരു ഫേസ് കണ്ടാലേ അറിയാം അമ്മയ്ക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന്. അമ്മ എന്നെ ഇങ്ങനെ കൊണ്ട് കാണിക്കുകയാണ് ഈ ചെടികളൊക്കെ. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ നിൽക്കാനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നാൽ തന്നെയും കൂടുതൽ എനിക്ക് ഈ ചെടിത്തോട്ടമൊന്നും കാണാനുള്ള ഒരു സമയവും കിട്ടാറില്ല, അതുപോലെ തന്നെ ഞാനങ്ങനെ വരത്തുമില്ല. പക്ഷേ ഇന്ന് തന്നെ
രാവിലെ തന്നെ അമ്മ എല്ലാം കൊണ്ടുപോയി കാണിച്ചു തന്നു കേട്ടോ. അതിൽ നല്ലൊരു സന്തോഷമായിരുന്നു ഇന്ന്. അപ്പോൾ ഇത് പ്ലാവാണ്. ഇവിടെ മിക്ക സംഭവങ്ങളും ഉണ്ട്. പ്ലാവ് നമുക്കൊരു 3-4 ഉണ്ട്. അതിൽ അത്യാവശ്യത്തിന് ചക്കയും കായ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചക്ക നല്ല ഇഷ്ടമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചക്കാവിയിലൊക്കെ വെക്കും കേട്ടോ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചക്കാവിയിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് സമയം എടുക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നാടൻ വിഭവങ്ങളാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷമൊന്നും അടങ്ങാത്ത നല്ല ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. അപ്പോൾ ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അമ്മ തലേ ദിവസമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ നമുക്ക് പയറിൻ്റെ വിളവെടുക്കണം. അപ്പോൾ രാവിലെ നമുക്ക് പയർ അടുത്തെടുക്കാം, നീ അതിനെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ശതാവരിയാണ് കേട്ടോ. ശതാവരി കിഴങ്ങെന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ ഇത് അടുക്കുമുല്ലയാണ്. പച്ചക്കറി തോട്ടത്തിലോട്ട് നമുക്ക് വരാൻ കേട്ടോ. അതിനു മുമ്പ് കുറച്ച് ചെടികളും കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അത് അടുക്കുമുല്ലയാണ്, മറ്റേത് ശതാവരി ചെടിയാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പയറാണ് നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചീരയും കൃഷി ചെയ്യുന്നുണ്ട്. ചീരയും പിന്നെ ഇതിനിടയിൽ മുളക്, വഴുതനങ്ങ, കത്തിരിക്ക അതൊക്കെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ നമുക്ക് ഈസിയിൽ നമുക്ക് വളം കിട്ടും. അതായത് നമ്മൾ കിച്ചൺ വേസ്റ്റ് മതി നമുക്ക് ഇതൊക്കെ നട്ട് വളർത്താനായിട്ട്. അപ്പോൾ ഇതാ അമ്മ അത്യധികം സന്തോഷത്തോടെ പയറുകളൊക്കെ അടുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ അടുത്തെടുക്കൂലേ, ആ സമയം നമുക്കുണ്ടാകുന്ന സന്തോഷം അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ സന്തോഷം മനസ്സിലാകുള്ളൂ. ഒരു പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന എനിക്ക് പോലും ആ ഒരു സന്തോഷം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അമ്മയ്ക്ക് ആ ഒരു സന്തോഷം നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അമ്മ കുറേ ടൈം ഇങ്ങനെ പപ്പയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പപ്പയ്ക്കായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. പപ്പയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. നമ്മൾ ഈ പയറിങ്ങനെ വള്ളികളൊക്കെ പടർത്തിയിടാനായിട്ട് ഇങ്ങനെ കമ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കണം, ഒരു സെറ്റപ്പൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തു കൊടുത്തത് പപ്പ തന്നെയാണ്. അപ്പോൾ പപ്പയും കൂടി സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിലായിട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. പയർ നല്ല ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള പയർ തന്നെയാണ്, അങ്ങനെ ഇച്ചിരി പോകുന്ന പയറൊന്നുമല്ല, നല്ല നീളവും വണ്ണമൊക്കെ ഉള്ള പയർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 2 ദിവസമല്ല, ഒരു 3 ദിവസത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള പയർ ഇന്ന് കിട്ടി കേട്ടോ. പിന്നെ കുറേയൊക്കെ കുഞ്ഞായിരുന്നു, അതിന് വേറെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കുറേ ചീരയും നമ്മൾ അടുത്തിട്ടുണ്ടായിരുന്നു. ഈ പയറൊക്കെ ഞങ്ങൾ വിൽക്കാനൊന്നും അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കുക്കിങ്ങിനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വിഷമില്ലാത്ത സാധനങ്ങളല്ലേ, അപ്പോൾ എന്തായാലും വിൽക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. ഞങ്ങൾ എന്തായാലും ഇത് വീട്ടാവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പയറൊരു വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ അതിന് പടർന്ന് പിടിക്കാനായിട്ട് നല്ല ശാഖകളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ളൊരു സെറ്റപ്പ് കൂടി ചെയ്യണം കേട്ടോ, പയർ കൃഷി ചെയ്യുന്നതിന്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പയർ പടർത്തി വിടാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഈ സസ്യങ്ങൾക്കൊക്കെ സൂര്യപ്രകാശം അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരു ഫാക്ടറാണ് ഇതിന്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഇന്ന് നമുക്ക് ആദ്യത്തെ പയറിൻ്റെ വിളവെടുപ്പായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പയറിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ ചീര വിളവെടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയൊക്കെ നമ്മൾ 2-3 തവണ എടുത്തിട്ടുണ്ടായിരുന്നു. പയർ ഇതാദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും പയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇനിയും ഇതിൻ്റെ ഇടയിൽ കുറേയൊക്കെ കാണും കേട്ടോ. പിന്നെ അതൊന്നും നമ്മൾ അടുത്തില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ അടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം അമ്മ കാണിക്കുന്നതാണ് കത്തിരിക്ക തൈ. അതൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കത്തിരിക്ക തൈയും. പിന്നെ ഇതിൻ്റെ ഇടയിൽ മുളക് തൈയൊക്കെ ഉണ്ട്, ചെറിയ കത്തിരിക്കയില്ലേ അത്, അങ്ങനെ അതും. പിന്നെ ചീര ആ മതിലോട് ചേർന്ന്
നട്ടിരിക്കുന്നതാണ് ചീര. ചീര നമ്മളിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന തൈകളെ ഇളക്കി സെപ്പറേറ്റ് ആയിട്ട് നടണം കേട്ടോ. അത് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അമ്മയാണ് ഈ കൃഷിയൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പച്ചക്കറി കൃഷിയും പിന്നെ നമ്മുടെ ഈ പൂന്തോട്ടവും. അതിന് നമുക്ക് ആഗ്രഹമാണ് വേണ്ടത്. പിന്നെ നമ്മൾ കുറേ ജോലിയും ചെയ്യണം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും നല്ല സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അമ്മ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്തിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു ദിവസം നിൽക്കാനായിട്ട് വന്നതുകൊണ്ട് ഇതൊക്കെ കാണാനായിട്ട് പറ്റി. പിന്നെ കൃഷി രീതിയെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അമ്മയോട് ചോദിച്ചിട്ട് ഞാനത് കമൻറ്റിൽ പറയുന്നതായിരിക്കും. എന്തായാലും നല്ല അടിപൊളി പയറാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ വിഷമില്ലാത്ത അടിപൊളി പയർ തന്നെയാണ് കിട്ടിയത്. വലിപ്പം നോക്കുകയാണെങ്കിലും നല്ല നീളമുണ്ട്, വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. തീരെ അങ്ങനെ ചെറിയ പയറൊന്നുമല്ല. നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. എൻ്റെ മോൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടില്ലേ, നല്ല ഇച്ചിരി അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു പയർ തന്നെയാണ്. അപ്പോൾ മോനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.